പുച്ഛം, പരിഹാസം, പിന്നെ നീട്ടിയൊരു തുപ്പും. ആനക്കാട്ട് ചാക്കോച്ചിയുടെ വാക്കുകളാണ് തേവരോട് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ നീട്ടിയൊരു തുപ്പൊഴിച്ച് ബാക്കിയെല്ലാം മറ്റൊരാൾക്കും കൂടി ചേരും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് BD സതീശൻ. പുച്ഛവും പരിഹാസവും ഒക്കെ തേവർക്കുള്ളതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഇക്കൂട്ടത്തിൽ നമ്മൾ പറയാത്ത ഒരു സാധനം കൂടിയുണ്ട്. നുണ പറയും. ഒരു ഉളുപ്പുമില്ലാതെ നുണ പറയും. ഒരു ജനതയുടെ സാമാന്യ ബുദ്ധിയെ എത്ര നീചമായാണ് ഇയാൾ വെല്ലുവിളിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പൂഞ്ഞാർ ജോർജ് കഴിഞ്ഞാൽ ഇത്രയും നെറികെട്ട് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസത്തെ സതീശന്റെ പെർഫോമൻസ് ഓർമ്മയില്ലേ? വയനാട്ടിലെ വീടുകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. താൻ നുണയാണ് പറയുന്നത് എന്ന് നാട്ടുകാർക്കറിയാമെന്ന് സതീശനറിയാം. എന്നിട്ടും ആ ചളുപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും മുഖത്ത് കാണിക്കാതെ ഒരു പുച്ഛച്ചിരിയും ചിരിച്ച് പുള്ളി അങ്ങ് പറയുകയാണ്. ഇവിടെയാണ് എനിക്കൊരു സംശയം. പത്രക്കാരെ കാണുന്നതിന് മുൻപ് തന്നെ ഇയാൾ അവരുമായി സംസാരിച്ചിരുന്നോ എന്ന സംശയം. ഞാൻ പറയും, നിങ്ങൾ മറുത്തൊന്നും ചോദിക്കരുത്, ഇനി അഥവാ ചോദിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് സതീശനുമായി അടുപ്പമുള്ള പത്രക്കാരോട് ഇദ്ദേഹം പറഞ്ഞിരുന്നോ എന്ന സംശയം. ഇത്രയും വലിയ നുണ സതീശൻ പറഞ്ഞിട്ടും പത്രക്കാരും മറുത്തൊരക്ഷരം പറയാതെ നിന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും അങ്ങനെ തോന്നിയതാണ്. ഇത്രയും വലിയ സത്യങ്ങൾ കൺമുന്നിലുണ്ടായിട്ടും BD സതീശൻ എന്ന രാഷ്ട്രീയക്കാരൻ പറഞ്ഞ ആ നുണകൾ ഒരക്ഷരം മറുത്തു പറയാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കേട്ടുകൊണ്ട് നിന്നവരൊക്കെ ഏതു തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും അവിടെ ഉയരും. ഉറപ്പാണ്, ഇനിയും സതീശൻ സർക്കാരിനെതിരെ ഇതിനേക്കാൾ വലിയ മറ്റൊരു നുണയുമായി എത്തിയാൽ അതും ഈ പറയുന്നവർ കേട്ടുകൊണ്ട് നിൽക്കും. ഇന്നും കേട്ടുകൊണ്ട് നിൽക്കും, നാളെയും അവർ കേട്ടുകൊണ്ട് തന്നെ നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുച്ഛച്ചിരിയുടെ അകമ്പടിയോടെ സതീശൻ നാണം, മാനം, ഉളുപ്പ് എന്നീ ശാരീരിക അവസ്ഥകൾ ശരീരത്തിലൊന്നും പ്രദർശിപ്പിക്കാതെ നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന ഒരു സത്യത്തെ നുണയാക്കി അവതരിപ്പിക്കുമ്പോൾ അയാളുടെ ശരീരഭാഷ അടുമുടി ഒരു മാനിപ്പുലേറ്ററുടെയാണ്. ഈ മനുഷ്യൻ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ മൊത്തം ഫേക്കാണ് എന്ന കാര്യം പലരും പല സമയങ്ങളിലും സൂചിപ്പിച്ചു കണ്ടിരുന്നു. ഇന്നലെ വരെ ഞാനും അങ്ങനെ തന്നെ കരുതിയിരുന്നു. എന്നാൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല ഇയാളൊരു ഫേക്കായി മാറുന്നത്. മനുഷ്യൻ എന്ന രീതിയിൽ കൂടെ BD സതീശൻ എന്ന വ്യക്തി ഒരു ഫേക്കാണ്. ഒരൊറ്റ കാര്യം മാത്രം മതി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നുണ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുമോ? ഞാൻ പറയാൻ പോകുന്നത് വലിയൊരു നുണയാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല അത് നുണയാണെന്ന് നാട്ടുകാർക്കറിയാം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങളത് പറയുമോ? അഭിമാനമെന്ന ഒരു സംഗതി ഓരോ മനുഷ്യനുമുണ്ടെങ്കിൽ, നിങ്ങൾക്കതുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള ഒരു നുണ പറയില്ല. അത് നിങ്ങളെന്നല്ല, ഞാനായിരുന്നാലും മറ്റാരായിരുന്നാലും. പക്ഷേ BD സതീശൻ പറയും. കാരണം അധികാരം അത്രത്തോളം BD സതീശനെ മോഹിപ്പിക്കുന്നുണ്ട്. അധികാരം കിട്ടുമോ എന്ന ചിന്ത അത്രത്തോളം UDFനെ ഭയപ്പെടുത്തുന്നുമുണ്ട്. എന്നാലും ഈ സാഹചര്യത്തിൽ എനിക്കൊരു സംശയം, ഇയാൾ എന്തിനാണ് വായിക്കുന്നത്? വലിയ വായനക്കാരനാണെന്നും ഇപ്പോൾ കൊറിയൻ സാഹിത്യമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്തിനാണ് ഇദ്ദേഹം വായിക്കുന്നത്? പുസ്തകമൊന്നും വായിക്കാത്ത, സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരനായ ഒരു നിരക്ഷരന് ഇദ്ദേഹത്തെക്കാൾ എത്രയോ മടങ്ങ് സാമൂഹ്യബോധവും സത്യസന്ധതയും ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയല്ലേ? നുണ പറയുന്ന, ഈ പരസ്പര ബഹുമാനമില്ലാത്ത അധികാരക്കൊതി ശരീരത്തിലാകമാനം ആവാഹിച്ച് നടക്കുന്ന ഇതേ BD സതീശനും പുള്ളിക്കാരൻ നയിക്കുന്ന പാർട്ടിക്കും വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമപ്രവർത്തക റിപ്പോർട്ടർ ചാനലിൽ ഈ ഒരു പ്രകടനം കാഴ്ചവെച്ചത്. ആ പ്രതികളിൽ 78 പേർ CPM-കാരുണ്ട്. എനിക്ക് പറയാൻ സൗകര്യമില്ല. നിങ്ങളൊന്നും നിർത്തൂ ശ്രീ അരുൺ. CPM കേന്ദ്രങ്ങളിൽ കിട്ടുന്ന വിവരം മാത്രം വെച്ചിട്ട് ചർച്ച നടത്താൻ പറ്റില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. 78 CPM ഞാൻ 78 ചർച്ചയിലിരിക്കുന്നത്. എനിക്ക് സൗകര്യമില്ല. അതെന്ത് ഏർപ്പാടാണ്? CPM-ന്റെ അംഗങ്ങളാണ് പ്രതികളെന്ന് പറയുക. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആടിനെ പട്ടിയാക്കരുത്. ഞാൻ CPM-ാണ് മാറാട് കേസിലെ പ്രതികളെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ
78 പേരെന്ന് പറഞ്ഞു. 78 പേർ, ആ പ്രതികളിൽ 78 പേർ CPM കാരുണ്ട്. ഒരാളുടെ പേര് പറയും. എനിക്ക് പറയാൻ സൗകര്യമില്ല. ഇതൊക്കെയാണ് നമ്മൾ ചർച്ചയല്ലേ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ പ്രതികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ വസ്തുതാപരമായി സ്മൃതിക്ക് അത് സ്ഥാപിക്കാൻ കഴിയുമെന്ന് മാത്രം ഞാൻ ഇത്രേ പറഞ്ഞു. 78 എന്ന അംഗമുണ്ട്. അന്നത്തെ വാർത്തകളും വന്നിട്ടാണ് ഞാൻ വായിച്ചത്. ഒരു ഭാഗം മാത്രം വായിച്ചു. 78 എന്ന ഞാനിപ്പോൾ പ്രതികളുടെ പേരടക്കമല്ലേ വായിച്ചത്. ശരി, അങ്ങനെ മുഴുവൻ പ്രതികളെ വായിക്കും. ഞാൻ റിപ്പോർട്ട് വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിൽ മാറാട് കലാപ കേസിലെ ഗൂഢാലോചനയെ കുറിച്ച് പറയുന്നത് ഒന്നാം പ്രതി PP മൊയ്തീൻ കോയ, മായിൻ ഹാജി, പിന്നീട് വെറുതെ വിടുന്നുണ്ട് NDF നേതാക്കൾ, മാറാട് മഹല്ല് കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ തുടങ്ങിയവരാണ് മറ്റു പ്രതികൾ. എവിടെ CPIM? എവിടെ CPM? മാധ്യമ പത്രമാണ്. ഞാൻ കോട്ട് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ പത്രത്തിൽ ഒരു റിപ്പോർട്ടാണ്. അതാണ് എങ്കിൽ എവിടെ അങ്ങയുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് പറയുന്നതിനാണ് ഞാൻ 78 പേർ CPM അംഗങ്ങളാണ്. കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശം ഞാൻ പറയുമ്പോൾ അങ്ങ് പിന്നെ ആ നുഴഞ്ഞു കയറിയത് വാചകത്തെ അങ്ങ് എന്തിനാണ് മാറ്റി പറയുന്നത്? കമ്മീഷൻ പറഞ്ഞ കാര്യമാണ് സാർ പറഞ്ഞത്. കമ്മീഷൻ പറഞ്ഞ വാചകമാണ് പറഞ്ഞത്. എങ്കിൽ സ്മൃതി പറയൂ, ഏത് ബ്രാഞ്ചിൽ, ഏത് ഏരിയയിൽ? ഏത് ബ്രാഞ്ച് ഏരിയ എന്നൊന്നും കമ്മീഷൻ പറഞ്ഞു. അങ്ങനെയാണ് പാർട്ടി. ശരി, അങ്ങനെയാണ് പാർട്ടി. ശരി, എന്നാ അങ്ങനെ അങ്ങ് പറഞ്ഞു. അങ്ങേക്ക് അറിയാമെങ്കിൽ പറയൂ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. പറയൂ. ബ്രാഞ്ച് കമ്മിറ്റി ഒന്നും എനിക്കറിയില്ല. ബ്രാഞ്ച് കമ്മിറ്റി ഒന്നും എനിക്കറിയില്ല. ബ്രാഞ്ച് കമ്മിറ്റി ലീഗ് ഏതൊക്കെ മേഖലയിലാണ് നേതാവാണ്. പ്രതി ചേർത്തു എന്നാ ഞാൻ പറഞ്ഞത്, ശിക്ഷിച്ചു എന്നല്ല. ഇനി താങ്കൾ പറയും CPM വേണ്ട. താങ്കൾ 78 പേരിൽ ഒരാളുടെ ഒന്ന് നിർത്തൂ ശ്രീ അരുൺ. CPM കേന്ദ്രങ്ങളിൽ കിട്ടുന്ന വിവരം മാത്രം വെച്ചിട്ട് ചർച്ച നടത്താൻ പറ്റില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. 78 CPM ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ 78 പേര് എഴുതി വെച്ചിട്ടില്ല ചർച്ചയിലിരിക്കുന്നത്. ഒരാളുടെ പേര് പറ. എനിക്ക് സൗകര്യമില്ല. അതെന്ത് ഏർപ്പാടാണ്? CPM അംഗങ്ങളാണ് പ്രതികളെന്ന് പറയുക. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ നിങ്ങൾ ആടിനെ പട്ടിയാക്കരുത്. ഞാൻ മാറാട് കേസിലെ പ്രതികൾ 78 പേർ, ആ പ്രതികളിൽ 78 പേർ CPM കാരുണ്ട്. ഒരാളുടെ പേര് പറയും. എനിക്ക് പറയാൻ സൗകര്യമില്ല. ഇതൊക്കെയാണ് നമ്മൾ ചർച്ചയല്ലേ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ പറയാ നിങ്ങൾ ജനാധിപത്യപരമായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എവിടെയാണ് താങ്കളോട് തർക്കിച്ചത്? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്? റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക മേഖലയിൽ നിന്ന് വിവരമാണ് അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ വായിച്ചത് പത്രത്തിലാണ്, മാധ്യമ പത്രത്തിലാണ്. അങ്ങേക്ക് ഇത്രയും കാലം ഇല്ലാത്ത മാധ്യമ പത്രത്തിലെ ഒരു ഭാഗം എനിക്കറിയാമേ. നിങ്ങൾ ഗൂഗിൾ ചെയ്തോളൂ. ഗൂഗിൾ ചെയ്ത് വായിച്ചോളൂ. ഇതെന്താണ് സ്മൃതി? മാധ്യമ പത്രത്തിൽ വായിച്ചാലും സ്മൃതി സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇനി അപ്പം ആ കാര്യത്തിൽ പ്രേക്ഷകർക്ക് തീരുമാനമുണ്ടോ? അപ്പൊ നോക്കൂ, അല്ല ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നല്ല, അതൊക്കെ എന്റെ ഭാഷയാണ്. ഞാൻ എന്ത് പറയണം എന്നുള്ളത് പക്ഷേ കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചർച്ചയുടെ എന്റെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം പ്രേക്ഷകർക്ക് മനസ്സിലായി. ശരി. ഇനി ഞാൻ ഒന്നുകൂടി അത് വായിക്കാം. എന്താണ് 2010 പറഞ്ഞത്? അത് പറഞ്ഞതിൽ ഒരു വാചകമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും വീര്യമുള്ള ഒരു വാചകം AK ബാലൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് 2010 പിണറായി വിജയൻ പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. കലാപഭൂമിയിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏതു ശക്തിയെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും CPM-നുണ്ട് എന്ന് അന്ന് പിണറായി വിജയൻ പറയുന്നു. ഒരു നിമിഷം, ഞാൻ എന്റെ സമയമാണ്, തീർക്കട്ടെ. ഇതിനുശേഷം അന്ന് ഈ വാചകം ഇന്നാണ് പറയുന്നതെങ്കിൽ ഇതേ ഇരവാദം തന്നെ ഉന്നയിക്കും. അത് തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് രാഷ്ട്രീയ യുക്തിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വിമർശിക്കുമ്പോഴോ ന്യൂനപക്ഷമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വർഗീയത പറയുന്ന സംഘടനകൾ അതേതുമാവട്ടെ അവയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള ഇരവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒരു കാര്യം. കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.